ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഈശ്വരനെ ഭജിക്കാൻ സമയവും സന്ദർഭവും വേണോ? പലപ്പോഴായിട്ട് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. ഞങ്ങൾ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നാമം ചെല്ലാനൊന്നും സമയം കിട്ടാറില്ല. ഞങ്ങൾ പലപ്പോഴും പല ജപങ്ങളും മന്ത്രങ്ങളൊക്കെ മുടങ്ങിപ്പോവാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ പോകുന്നിടത്ത് ഓഫീസിൽ പോയാൽ ഓഫീസിലുണ്ട്, വീട്ടിൽ വന്നാൽ വീട്ടിലുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബസ്സിലുണ്ട്, നമ്മുടെ മനസ്സിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിലും നാമം ചെല്ലുന്ന പുരുഷന്മാരൊക്കെ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഏതെങ്കിലും നാമങ്ങളൊക്കെ കാണാതെ അറിയാമെങ്കിൽ, ഏതെങ്കിലും ജപങ്ങളും മന്ത്രങ്ങളൊക്കെ കാണാതെ അറിയാമെങ്കിൽ, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ച് തൊഴുത് ഇറങ്ങുന്ന സമയത്ത്, അമ്പലത്തിലൊന്ന് പോയി തൊഴുതിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്കറിയാവുന്ന മന്ത്രങ്ങളും ജപങ്ങളും, ഒരു വണ്ടിയിലോ ട്രെയിനിലോ ബസ്സിലോ കാറിലോ ഒക്കെയാണ്, കാർ ഓടിക്കുന്ന സമയത്ത് പോലും നമുക്ക് ജപങ്ങളാവാം, മന്ത്രങ്ങളാവാം. ഫോൺ ഉപയോഗമൊക്കെ കുറച്ചുകൊണ്ട് എനിക്ക് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു മാഡത്തിനെ എനിക്കറിയായിരുന്നു. ഞാൻ ടീച്ചറായിരുന്ന സമയത്ത് അവരിവിടെ ആലുവയിൽ നിന്ന് എറണാകുളത്ത് അങ്ങേയറ്റം വരെ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അവർ ലളിതാ സഹസ്രനാമം എല്ലാം സ്ഥിരമായിട്ട് നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ഒരു കാലത്ത്. അപ്പോൾ ലളിതാ സഹസ്രനാമം നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് അത് വീട്ടിലിരുന്ന് പാരായണം ചെയ്യും. കാരണം രാവിലെ ബാങ്കിൽ പോയ രാത്രി വൈകിയാണ് വീട്ടിലെത്തുന്നത്. രാത്രി വീട്ടിലെത്തിയ വീട്ടിൽ ഒരുപാട് പണിത്തിരക്കുകളും കാര്യങ്ങളും, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കണം, ഇതെല്ലാം കഴിഞ്ഞ് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ മുമ്പ് ഒരുപാട് സമയമാവും. അപ്പം പാരായണത്തിന് സമയമില്ലാത്തത് കൊണ്ട് മെട്രോ ട്രെയിൻ വന്ന സമയത്ത്, ആദ്യം പണ്ടൊക്കെ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബസ്സിൽ പോകുന്ന സമയത്ത് ചില ദിവസം ബസ്സിൽ കയറിയ ബസ്സിൽ സീറ്റ് കിട്ടില്ല. അപ്പം അങ്ങനെ സീറ്റ് കിട്ടുന്ന സമയത്ത് ഈ ബുക്ക് എല്ലായ്പ്പോഴും കൈ ബുക്കായിട്ട് എല്ലായ്പ്പോഴും ബാഗിലുണ്ടാവും. അപ്പോൾ അങ്ങനെ കയറി ബസ്സിൽ സീറ്റ് കിട്ടുന്ന സമയത്ത് ഏകദേശം കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് ബസ്സിൽ തന്നെ ഇരുന്നിട്ട് ഈ ലളിതാ സഹസ്രനാമം നോക്കിയിട്ട് അത് സ്വയം വളരെ പതുക്കെ അല്ലെങ്കിൽ പോലും അത് അവർ മനസ്സുകൊണ്ട് ഇതിങ്ങനെ പാരായണം ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ മെട്രോ ട്രെയിനൊക്കെ ഓടി തുടങ്ങിയ സമയത്ത് മെട്രോയിൽ കയറി സ്ഥിരമായിട്ട് പോക്ക് മെട്രോയിലാക്കി. മെട്രോയിൽ കയറി ഇരുന്നിട്ട് സീറ്റിൽ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരുന്നിട്ട് ഇത് നിരന്തരം പാരായണം ചെയ്യും. അപ്പം അങ്ങനെ ഒരിക്കൽ ഞാൻ എൻ്റെ അടുത്ത് ഏതോ കാര്യത്തിന് വേണ്ടി വന്ന സമയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് നാമം ചെല്ലാനോ മന്ത്രങ്ങൾ ജപിക്കാനോ സമയം കിട്ടാത്തതുകൊണ്ട് ലളിതാ സഹസ്രനാമം ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും ആ ഇരിക്കുന്ന ഭാഗം വൃത്തിയും ശുദ്ധിയുമാണ് എന്ന് പറയാം. ശരീരശുദ്ധിയുണ്ട്, മനഃശുദ്ധിയുണ്ട്. അത് പാരായണം ചെയ്യുന്നു. ബാങ്കിൽ ചെല്ലുമ്പോഴേക്കും ഏതാണ്ട് ലളിതാ സഹസ്രനാമം പൂർണ്ണമായിട്ട് പാരായണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. തിരിച്ചും വരുന്ന സമയത്ത് അതുപോലെ തന്നെ കണ്ണടച്ചിരുന്നിട്ട് ഒരു മന്ത്രങ്ങൾ, സന്ധ്യാസമയത്താണ് യാത്ര ചെയ്യുന്നത്, കണ്ണടച്ചിരുന്നിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കൈകാലുകളൊക്കെ കഴുകിയിട്ടാണ് അവർ വണ്ടിയിൽ കയറുക. കണ്ണടച്ചിരുന്നിട്ട് സന്ധ്യാസമയത്ത് മന്ത്രങ്ങൾ, അറിയാവുന്ന ജപങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഇങ്ങനെ നിരന്തരം മനസ്സിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ നോക്കുക, അതേ രീതി തന്നെ നമുക്ക് ചെയ്യുന്നതിന് അമ്പലത്തിൽ പോയിട്ട് നാമം ചെല്ലാൻ പാടുള്ളൂ, വീട്ടിലൊരു വശത്ത് ഇരുന്നിട്ട് നാമം ചെല്ലാൻ പാടുള്ളൂ എന്നൊന്നും ഈശ്വരൻ പറഞ്ഞിട്ടില്ല. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ കർമ്മങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം നമുക്ക് ഈശ്വര ഭജനം അത്യാവശ്യമാണ്. അത് വീട്ടു ജോലി ചെയ്യുന്ന വീട്ടമ്മ അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ട് എനിക്ക് നാമം ചെല്ലാൻ നേരമില്ല എന്ന് പറയാറുണ്ട് പലരും. അത് തെറ്റാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയായിട്ട് നിങ്ങൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നാമം ചെല്ലുമ്പോൾ നായിൽ നിന്ന് തുപ്പല് തെറിച്ച് ഭക്ഷണത്തിലേക്ക് വീഴാതെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഷോഡശനാമങ്ങൾ ഏതും ജപിച്ചുകൊണ്ട് പാരായണം മനസ്സുകൊണ്ട് ജപിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാം. ആ ഭക്ഷണത്തിന് ഭയങ്കര രുചിയായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നടക്കുന്ന വഴിക്ക് ചെയ്യാം, പോകുന്ന വഴിക്ക് ചെയ്യാം. വായ കൊണ്ട് പരദൂഷണങ്ങളോ മറ്റു കാര്യങ്ങളോ പറയുന്ന സമയത്ത് നമുക്ക് നാമജപങ്ങളാവാം. പഞ്ചാക്ഷരി മന്ത്രങ്ങളൊക്കെ നമുക്ക് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും ജപിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ പണ്ട്, ഞാൻ അധ്യാപികയായിരുന്ന സമയത്ത് എന്നോടൊരു ഗുരു എന്നോട് പറഞ്ഞു, നീ 1008 നമശിവായ ജപിക്കണം എന്ന് പറഞ്ഞു. 1008 നമശിവായ ജപിക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് 7 മണിക്ക് വീട്ടിലെ ജോലിയൊക്കെ കഴിച്ച് 7 മണിക്കെങ്കിലും ഇറങ്ങിയാലേ 7:30 ബസ് കയറി പറയുന്ന സ്കൂളിലെ സമയത്തിന് എത്താൻ പറ്റുള്ളൂ. ആ സമയത്ത് എത്തുന്ന സമയത്ത് 1008 നമശിവായ കുത്തിയിരുന്ന് ജപിക്കാൻ പറ്റാത്തത് കൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ നീ ജപിച്ചോളുക എന്ന് പറഞ്ഞു. 1008 എങ്ങനെ ജപിക്കും? എണ്ണം തെറ്റാൻ പാടില്ല, 1008 കുറയാനും പാടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ രാവിലെ വീട്ടിൽ നിന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിലിരിക്കുന്ന സമയത്ത് 1008 നമശിവായ ജപിക്കും. അപ്പോൾ ജപമാല കയ്യിലുണ്ടാവും. അത് ഇങ്ങനെ എണ്ണി ജപിക്കും. ചിലപ്പോൾ ബസ്സിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 10-500 കഴിഞ്ഞിട്ടുണ്ടാവും. ഉച്ച സമയത്ത് എക്സാം ഡ്യൂട്ടിയൊക്കെ കിട്ടുന്ന സമയത്ത്, എക്സാം ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു അധ്യാപിക കിടന്ന് അലച്ച് മുറയിട്ടുണ്ടല്ലോ, പരീക്ഷാ ഡ്യൂട്ടികളാണല്ലോ ചെയ്യുന്നത്. എക്സാം ഡ്യൂട്ടിയൊക്കെ സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ കുട്ടികളെ എക്സാം ചെയ്യുന്ന സമയത്ത് ഈ നമശിവായ ജപിച്ചുകൊണ്ടിരിക്കും. പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടാണ് കുട്ടികളുടെ കൂടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത്, പിന്നെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പറ്റുന്ന മന്ത്രങ്ങൾ പൂജാമുറിയിലിരുന്ന് 1-2
ജപിക്കും. അപ്പോഴേക്കും 1008 12,000 രൂപ കഴിഞ്ഞിട്ടുണ്ടാവും മന്ത്രങ്ങൾ. അങ്ങനെയാണ് അന്നൊക്കെ ജപങ്ങളും നാരായണങ്ങളും ചെയ്ത്. അത് തന്നെയാണ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വീട്ടമ്മമാർക്ക് അങ്ങനെയും ജപിക്കാം. ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിൽക്കുന്നിടവും ശുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീടും പരിസരമൊക്കെ എല്ലാ ദിവസവും വൃത്തിയാക്കി വെക്കൂ, ശുദ്ധിയാക്കി വെക്കൂ, അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടുമെന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഈശ്വരനെ ജപിക്കാൻ സമയവും സന്ദർഭവും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേക ഒരു സമയമൊന്നുമില്ല. നമ്മുടെ കർമ്മത്തിന് ശേഷം കിട്ടുന്ന സമയങ്ങളെല്ലാം നമുക്ക് ഈശ്വരനെ ഭജിക്കാൻ സാധിക്കും.